പത്തനംതിട്ട അടൂരിൽ +2 വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ചെന്നൊരു പരാതിയാണ് സ്പോട്ട് ലൈവിന് പരിശോധിക്കുന്നത്. 9 പേർക്കെതിരെയാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത്. സംഭവത്തിൽ 5 പ്രതികൾ പിടിയിലായിട്ടുണ്ട്. 7ാം ക്ലാസ് മുതൽ പെൺകുട്ടി പീഡനത്തിന് ഇരയായി എന്നാണ് വെളിപ്പെടുത്തൽ. CWC കൌൺസിലിംഗിനിടെയാണ് പീഡന വിവരം പുറത്തു പറഞ്ഞത്. പ്രതികളിൽ ചിലരുമായി ഇൻസ്റ്റഗ്രാം വഴിയാണ് പെൺകുട്ടി പരിചയപ്പെട്ടത്. വിശദാംശങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്ന് ശശിനാരായണൻ ചേരുന്നുണ്ട്. ശശിനാരായണൻ, നമ്മള് ഏതാനും ആഴ്ചകൾക്ക് മുൻപാണ് പത്തനംതിട്ടയില് ഒരു 17കാരിയെ 60ഓളം പേർ ചേർന്ന് ക്രൂരമായി പീഡിപ്പിച്ചെന്നൊരു വാർത്ത പുറത്തു വന്നത്. അതിനുശേഷം ഒരു +2 വിദ്യാർത്ഥിനിയെ 9ലധികം പേർ ചേർന്ന് പീഡിപ്പിച്ചെന്ന പുതിയൊരു വാർത്ത, ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തൽ കൂടി പുറത്തു വരുന്നുണ്ടല്ലോ. ഇതെങ്ങനെയാണ്? ഇൻസ്റ്റഗ്രാം കെണിയിലൂടെയാണോ ഇത്രയധികം ആളുകൾ ഈ പെൺകുട്ടിയെ ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കിയത്? ടോം സൂചിപ്പിച്ച പോലെ തന്നെ നേരത്തെ 17കാരിക്ക് പത്തനംതിട്ടയിൽ പീഡനമുണ്ട്. അതിലെ പ്രതികളെ എല്ലാം തന്നെ പോലീസ് പിടിച്ചിട്ടുണ്ട്. 2 പേരാണ് ആ കേസിൽ പിടിയിലാകാനുള്ളത്. സമാനമായ രീതിയിൽ തന്നെ ഒരു +2 വിദ്യാർത്ഥിനിക്ക് ഇത്തരത്തിലൊരു പീഡനം അനുഭവിക്കുന്ന ലൈംഗിക പീഡനത്തിന് ഇരയായിരിക്കുന്നു. 9 പേരാണ് ഈ കേസിൽ പ്രതികളായിട്ടുള്ളത്. അതിൽ 5 പേരെ പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. 4 പേർക്കായുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. എന്തായാലും വളരെ ഗൗരവത്തോടു കൂടിയാണ് പോലീസ് ഈ കേസ് കാണുന്നത്. കാരണം +2 വിദ്യാർത്ഥിനിയാണ്. 7ാം ക്ലാസ് മുതൽ കുട്ടി ലൈംഗിക പീഡനത്തിന് ഇരയായെന്നാണ് അറിയാൻ കഴിയുന്നത്. +2 വിദ്യാർത്ഥിനിയായ പെൺകുട്ടി സ്കൂളിൽ നിരന്തരം വരാതിരുന്നതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് സ്കൂൾ അധികൃതർ നടത്തിയ അന്വേഷണത്തിനും ഒപ്പം കൗൺസിലിംഗിനും വിധേയമാക്കിയതോടുകൂടിയാണ് പെൺകുട്ടി ഈ പീഡന വിവരം പറയുന്നത്. പെൺകുട്ടി സ്കൂളിൽ വരാതിരിക്കാൻ ഒരു പ്രധാനപ്പെട്ട കാരണം ഈ പെൺകുട്ടിയെ പീഡിപ്പിച്ച പ്രതികളിൽ ചിലർ ഈ പെൺകുട്ടിയുടെ ദൃശ്യങ്ങളെടുത്ത് അത് പ്രചരിപ്പിച്ചിരുന്നു. അത് പുറത്തറിഞ്ഞതോടുകൂടി തന്നെയാണ് പെൺകുട്ടി സ്കൂളിൽ വരാതിരുന്നത്. ഇതെല്ലാം കൗൺസിലിംഗിനിടയിലാണ് ഈ പെൺകുട്ടി സ്കൂൾ അധികൃതരോട് പറയുന്നത്. തുടർന്നാണ് ഇത്തരത്തിൽ ഈ കേസ് CWC അധികൃതർ പോലീസിൽ പരാതി നൽകുകയും അന്വേഷണം നടക്കുകയും ഈ 5 പേരെ, കേസിൽ 9 പേരാണ്. പെൺകുട്ടിയുടെ മൊഴി പ്രകാരം 9 പേരാണുള്ളത്. അതിൽ 5 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. 4 പേർക്കായുള്ള അന്വേഷണവും പോലീസ് നടത്തി വരികയാണ്. നൂറനാട് സ്വദേശിയാണ് ഒരു പ്രതി. ഇയാൾക്കെതിരെയുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും ഈ ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ട പ്രതികളുണ്ട്. ഒപ്പം അടുത്ത ഒരു ബന്ധു കൂടി ഈ പീഡനത്തിന് ഈ പെൺകുട്ടി ഇരയാക്കിയെന്ന് ഉള്ള വിവരം കൂടി ലഭിക്കുന്നു. അങ്ങനെ സുഹൃത്തുക്കളും ശശിനാരായണൻ, ഈ പെൺകുട്ടിയുടെ വെളിപ്പെടുത്തൽ അനുസരിച്ച് 7ാം ക്ലാസ് മുതൽ പീഡനത്തിനിരയായെന്ന് പറയുന്നു. അതായത് കഴിഞ്ഞ 5 വർഷമായി പെൺകുട്ടിയെ ഈ 9 പേർ ചേർന്ന് പീഡിപ്പിച്ചു എന്ന് പറയുമ്പോൾ ഈ പ്രതികൾ എങ്ങനെയാണ് പെൺകുട്ടിയുമായി ബന്ധപ്പെട്ടത്? ഇൻസ്റ്റാഗ്രാം വഴി? അതിനപ്പുറം ഒരു പ്രണയക്കെണിയൊക്കെ ഇതിന് പിന്നിലുണ്ടോ? ടോം, അത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടിയാണ് പോലീസ് അന്വേഷിക്കുന്നത്. എന്തായാലും ആദ്യം ഈ പെൺകുട്ടിക്ക് ഈ പഠന വൈകല്യം ഉണ്ടായി എന്ന് പറയുന്നു. മാതാപിതാക്കൾ അങ്ങനെ ഈ പെൺകുട്ടിയെ ഒരു സിദ്ധന്റെ അടുത്ത് കൊണ്ടുപോയി ഈ പ്രശ്നം പരിഹരിക്കുന്നതിനെ കൊണ്ടുപോയി പൂജ നടത്തിയതായി പറഞ്ഞു. ആ സമയത്ത് ആ സിദ്ധനും ഈ പെൺകുട്ടിയെ പീഡിപ്പിച്ചെന്നുള്ള വിവരം കൂടിയാണ് പോലീസ് നമ്മളോട് പങ്കുവെക്കുന്നത്. അയാളും പ്രതിയാണ്. അത്തരത്തിൽ ഉള്ള അന്നു മുതൽ തുടങ്ങിയുള്ള പീഡനങ്ങൾ ഈ പെൺകുട്ടിക്കുണ്ടായിരുന്നു. ലൈംഗിക ചൂഷണത്തിന് ഈ പെൺകുട്ടി ഇരയാകുന്നു. അത് ഇൻസ്റ്റഗ്രാം വഴിയുള്ള, അതായത് സമൂഹ മാധ്യമങ്ങൾ വഴിയുള്ള പരിചയപ്പെട്ട സുഹൃത്തുക്കളും ഒക്കെയാണ് ഈ പെൺകുട്ടിയെ പീഡനത്തിന് ഇരയാക്കിയിട്ടുള്ളത്. ആ പ്രതികളെയാണ് പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്യുന്നത്. അതിൽ 9 പേരുടെ പേരാണ് പെൺകുട്ടി പോലീസിന് മൊഴി നൽകിയിട്ടുള്ളത്. ആ പെൺകുട്ടിയുടെ വിശദമായ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് 5 പേരെ ഉടൻ തന്നെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇനി നിലവിൽ 4 പേരെയാണ് പോലീസിന് അറസ്റ്റ് ചെയ്യാനുള്ളത്. അവർക്കായുള്ള അന്വേഷണമാണ് ഊർജിതമാക്കിയിരിക്കുന്നത്. എന്തായാലും ഈ പെൺകുട്ടിയുടെ ദൃശ്യങ്ങൾ, പീഡന ദൃശ്യങ്ങളൊക്കെ പ്രചരിപ്പിച്ചതോടുകൂടിയാണ് പെൺകുട്ടി. ശശിനാരായണൻ സൂചിപ്പിക്കുന്നത് പോലെ ഈ പെൺകുട്ടിയുടെ സുഹൃത്തുക്കൾ, ബന്ധുക്കളടക്കം ഈ കേസിൽ പ്രതികളായിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ നമുക്കറിയാം, ഇതിനു മുൻപ് ഈ 60 പേർ ചേർന്ന് മറ്റൊരു പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസ് പരിശോധിച്ചാൽ അതിൽ 20ഓളം പേർ കൗമാരക്കാരായിരുന്നു. നിരവധി പ്രായപൂർത്തിയാകാത്ത പ്രതികൾ ഉണ്ടായിരുന്നു. ഈ കേസിനും അങ്ങനെ പ്രായപൂർത്തിയാകാത്തവർ പ്രതിപട്ടികയിലുണ്ടോ? ടോം, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പോലീസ് ഈ പോക്സോ കേസ് തന്നെ ആയതുകൊണ്ട് തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് പൂർണ്ണമായ ഒരു വിവരങ്ങൾ പോലീസ് പങ്കുവെക്കാൻ തയ്യാറായിട്ടില്ല. പക്ഷേ എന്നിരുന്നാലും ഈ കേസിൽ, ഈ പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ മുതിർന്ന ആളുകളുണ്ട്, കൗമാരക്കാരുണ്ട് എന്നുള്ള ഒരറിവാണ് നമുക്കുള്ളത്. ഏതായാലും മുതിർന്ന ആളുകൾ, ഈ സിദ്ധൻ എന്ന് പറയുന്ന ആള് ഈ കുട്ടിയെ ഈ പഠന വൈകല്യത്തിന് വീട്ടുകാർ പൂജയ്ക്ക് കൊണ്ടുപോയ സമയത്ത് ആ സിദ്ധന്റെ അടുത്ത് പ്രാർത്ഥനയ്ക്കായി കൊണ്ടുപോയി ആ സിദ്ധനും പീഡിപ്പിച്ചതായിട്ടുള്ള വിവരം കൂടിയാണ് അറിയുന്നത്. എന്തായാലും
അത്തരത്തിൽ വിവിധ തരത്തിലുള്ള ആളുകൾ ഈ കേസിലുണ്ട് എന്നുള്ളൊരു സൂചന നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഈ പോക്സോ കേസ് ആയതുകൊണ്ട് തന്നെ പെൺകുട്ടിയുടെ വിവരങ്ങളോ മറ്റു കേസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ വെളിപ്പെടുത്താൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. എന്നിരുന്നാലും നമുക്ക് നിലവിൽ അറിയുന്ന വിവരം വെച്ച് വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ സ്വാഭാവികമായും ഈ പെൺകുട്ടിയുമായി അടുത്ത പരിചയമുള്ള ബന്ധുക്കളുണ്ട്, ഒപ്പം ഈ പറഞ്ഞ സുഹൃത്തുക്കളും ഉണ്ട്. വ്യക്തമാണ്. പത്തനംതിട്ടയിൽ നിന്ന് ശശിനാരായണനാണ് വിവരങ്ങൾ നൽകിയത്. പത്തനംതിട്ടയിലാണ് +2 വിദ്യാർത്ഥിനിയെ 9 പേർ ചേർന്ന് പീഡിപ്പിച്ചെന്ന ഞെട്ടിപ്പിക്കുന്ന വാർത്ത പുറത്തുവരുന്നത്. കേസിൽ 5 പേർ പിടിയിലായിട്ടുണ്ട്. ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ടവരും ഈ പെൺകുട്ടിയുടെ ബന്ധുക്കളുമടക്കം കേസിൽ പ്രതികളാണെന്നാണ് പോലീസ് നൽകുന്ന വിവരം. 4 പേർ കേസുമായി ബന്ധപ്പെട്ടുടൻ പിടിയിലാകുമെന്നും പോലീസ് സൂചിപ്പിക്കുന്നുണ്ട്. തിരുവനന്തപുരം